ആശാ വർക്കർമാരുടെ സമരത്തെയും ഈ പി എസ് സി മെമ്പർമാരുടെ ശമ്പള വർധനയും തമ്മിൽ ഒരുപോലെ കൂട്ടിയിണക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം യാതൊരു സംശയവുമില്ല, ആശാ വർക്കർമാർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നഗരങ്ങളിൽ ചെയ്യുന്ന സേവനങ്ങൾ വർണ്ണനാതീതമാണ്. കാരണം ഈ ആശാ വർക്കർമാർ എന്ന സങ്കല്പം കേരളത്തിൽ മാത്രമല്ല, പല പേരുകളാണെന്നേ ഉള്ളൂ, നമ്മുടെ രാജ്യത്താകമാനം ഉണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വളരെ ഫലവത്തായി അത് നടപ്പാക്കപ്പെട്ടു, അത് നടപ്പാക്കി, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരെ നമ്മുടെ കേരള സമൂഹം നെഞ്ചിലേറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരുടെ സമരത്തെ അല്ലെങ്കിൽ അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ PSC മെമ്പർമാരുടെയും ചെയർമാന്മാരുടെയും വേതനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് ആണ് മറ്റൊരു പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2023 കാരണം ഇപ്പോൾ 2025 എത്തിയിരിക്കുന്നു. 2023 കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ PSC എന്ന പല പേരുകളിലും നമുക്കറിയാം. UPSC എന്ന് പറയുന്നത് IAS ഉൾപ്പെടെ IPS ഉൾപ്പെടെ IFS ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് സമാനമായി എല്ലാ സംസ്ഥാനത്തും PSC പോലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അപ്പോൾ ഇതിനെ ഏകീകരിക്കണം. സംസ്ഥാനത്തെ എല്ലാ പബ്ലിക് സർവീസ് കമ്മീഷനുകളെയും ഏകീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശമ്പള വർധനകൾ മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് 2023 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശയാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം കേരള ഗവൺമെൻറ് ഇത് പരിഗണിക്കുകയും മറ്റു പല പ്രശ്നങ്ങളും കാരണം അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഒരു ഉയർന്ന ഭരണഘടനാ സ്ഥാപനം എന്നുള്ള രീതിയിൽ അവരുടെ ശമ്പളവും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും എന്നാൽ മുൻകാല പ്രാബല്യം നിഷേധിച്ചുകൊണ്ട് അതിന് നൽകുകയുമാണ് ഉണ്ടായത്. ഞാൻ സമ്മതിക്കുന്നു, ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. അത് പലപ്പോഴും നമ്മളതിനെ ചിലപ്പോൾ അതിൻ്റെ മഹത്വത്തെ അംഗീകരിക്കപ്പെടാതെ പോകുന്നതോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാകാത്തതോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നുകൊണ്ട് മാത്രം ആ സ്ഥാപനത്തിൻ്റെ ഉയർന്ന മൂല്യത്തെയും ആ ഭരണഘടനാ ബാധ്യതയും ഒന്നും നമുക്ക് കുറച്ചു കാണാൻ കഴിയില്ല. കാരണം ഈ PSC എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോൾ KS IAS സമാനമായ KS ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തേണ്ട, ഇൻ്റർവ്യൂ നടത്തേണ്ട അവസാന വാക്ക് എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ഒരു സമിതിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ കാലാനുസൃതമായി അവർക്ക് ആനുകൂല്യങ്ങൾ, അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മറ്റു മേഖലയിലുള്ളവർക്ക് നൽകുന്നത് പോലെ തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പളമൊക്കെ പണ്ട് വളരെ കുറവായിരുന്നു. എന്നാൽ അവരുടെ ശമ്പളം ഇന്ന് വളരെ വർദ്ധിച്ചു. സംസ്ഥാന പാറ്റേണുമല്ല, മറ്റു പാറ്റേണുമല്ല. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു, കോളേജ് പ്രൊഫസർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതിന് അടിസ്ഥാനമായി PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നും വർദ്ധിപ്പിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിന് മുൻകാല പ്രാബല്യവും നൽകിയിട്ടില്ല. അപ്പോൾ അത് ആ അർത്ഥത്തിൽ അതിനെ കാണണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.